നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആൻഫീൽഡിൽ വീണ്ടും ലിവർപൂൾ വധം അരങ്ങേറി. ഇത്തവണ ഡച്ച് ക്ലബ്ബായിട്ടുള്ള PSV ഐന്തോവന്റെ വകയായിരുന്നു. 1-4 ഗോളുകൾക്കാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഡച്ച് ക്ലബ്ബ് ലിവർപൂളിന്റെ മൈതാനത്തിട്ട് മലർത്തിയടിച്ചിരിക്കുന്നത്. നോക്കുക, കഴിഞ്ഞ 3 കളികളിൽ 3+ ഗോളുകളാണ് അവർ കൺസീഡ് ചെയ്യുന്നത്. 1992 ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ലിവർപൂൾ ഹാവ് കൺസീഡഡ് 3+ goals in 3 straight games in all competition for the first time since 1992. ഇത്തിഹാദിൽ പോയിട്ട് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് സിറ്റിയോട് തോറ്റു വന്നു. അത് എവേ മൈതാനത്ത്. എന്നാൽ സ്വന്തം മൈതാനത്ത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് 3-0 തോൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് കണ്ടു. തൊട്ടു പിന്നാലെ ഇതാ PSV ഐന്തോവൻ വന്ന് 4 ഗോളുകൾ കൊടുത്തിരിക്കുകയാണ്. 4-1. ഈ കഴിഞ്ഞ 5 ദിവസത്തിനിടക്ക് ആൻഫീൽഡിൽ വെച്ച് 7 ഗോളുകൾ 2 കളികളിലായിട്ട് അവർ കൺസീഡ് ചെയ്തു. തിരിച്ചടിച്ചത് ഒരേ ഒരു ഗോള്. കഴിഞ്ഞ 12 ഗെയിമുകളിൽ ലിവർപൂളിൻ്റെ 9ാമത്തെ തോൽവിയാണ് എന്ന കാര്യം കൂടി നോക്കുക. കഴിഞ്ഞ 3 കളികൾ 3 പൊട്ടി, 3 തോൽവികളും. ആകെ ഒരു ഗോൾ അടിച്ചു, 10 തിരികെ വാങ്ങി. 7 ബിഗ് ചാൻസ് ഉണ്ടാക്കിയതിൽ 1 കൺവേർട്ട് ചെയ്തു. 8 ബിഗ് ചാൻസുകൾ തിരികെ കൺസീഡ് ചെയ്തു. അങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ലിവർപൂൾ, എന്താണ് ഈ ചാമ്പ്യൻ ടീമിന് സംഭവിക്കുന്നത് എന്നറിയാതെ അങ്കലാപ്പിൽ നിൽക്കുന്ന ആരാധകർ ആകെ മെസ്സാണ്. കളിയിൽ ലിവർപൂളിനായിട്ട് സബോസ്ലൈയാണ് ഗോൾ അടിച്ചത്. മറുഭാഗത്ത് പെരിസിച്ചും ടില്ലും ചോയ്ബ് ഡ്രീവിച്ചും ഒക്കെ ഗോളുകൾ നേടി. 2 ഗോളുകളാണ് ഡ്രീവിച്ചിൻ്റെ വകയുണ്ടായിരുന്നത്. മത്സരത്തിൽ ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വമ്പന്മാർ തന്നെയാണ് ഇറങ്ങിയത്. ഹ്യൂഗോ എക്കിറ്റിക്കെ, മോസല, ഗാക്പോ, മറുഭാഗത്ത് പെരിസിച്ചും ടില്ലും ഒക്കെ ചേർന്നുകൊണ്ടാണ് PSVയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആറാമത്തെ മിനിറ്റിൽ തന്നെ പെരിസിച്ചിലൂടെ PSV ലീഡ് എടുത്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ 16ാമത്തെ മിനിറ്റിൽ സബോസ്ലൈയിലൂടെ ലിവർപൂൾ ആ ഗോൾ മടക്കി. ഇടവേള സമയത്ത് 1-1 സമനിലയാണ്. പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. 56ാമത്തെ മിനിറ്റിൽ ടില്ലിന്റെ ഗോളിലൂടെ PSV ലീഡ് തിരികെ പിടിക്കുന്നു. പിന്നെ ചോയ്ബ് ഡ്രീവിച്ചിന്റെ ഗോള് 73ാമത്തെ മിനിറ്റിൽ 3-1 എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയി കളി അവർ പിടിച്ചു കഴിഞ്ഞിരുന്നു. അവസാന നിമിഷത്തിൽ ഒരിക്കൽ കൂടി ഡ്രീവിച്ച് ഗോൾ അടിച്ചതോടെ 4-1 വിജയത്തിലേക്ക് ഡച്ച് ക്ലബ്ബ് കടന്നുപോയി. ഇപ്പോൾ ലിവർപൂള് 13ാം സ്ഥാനത്താണ്. 5 കളി 9 പോയിന്റ്. PSVക്കും ഏതാണ്ട് സമാനമായ പോയിന്റാണ്. 5 കളി 8 പോയിന്റ് അവർക്കുണ്ട്. അവർ 15ാം സ്ഥാനത്ത് നിൽക്കുന്നു. കാര്യങ്ങളാകെ അവതാളത്തിലാണ്. സ്ലോട്ടിന്റെ ഭാവി എന്താകും എന്നുള്ളത് അധികം വൈകാതെ അറിയാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.